ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സ്ത്രീകളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നത് രാജ്യവികസനത്തിന്റെ വേഗത കുറയ്ക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബ്രൂണൈ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂരിലെത്തി. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നാളെ. വടക്ക് കിഴക്കൻ മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിന്റെ ഭാഗമായി ത്രിപുരയ്ക്കായി സമാധാന കരാർ ഒപ്പിട്ടു. മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായകമാകുന്ന ബോൺ മാരോ രജിസ്ട്രി കേരളത്തിൽ ആദ്യമായി സജ്ജമാക്കാൻ ആരോഗ്യവകുപ്പ് അനുമതി നൽകി. പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഷോട്ട് പുട്ടിൽ ഇന്ത്യയുടെ സച്ചിൻ ഖിലാരിക്ക് വെള്ളി, 21 മെഡൽ എന്ന ഇന്ത്യയുടെ സർവ്വകാല നേട്ടത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. വാർത്തകൾ വിശദമായി. സ്ത്രീകളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നത് രാജ്യവികസനത്തിന്റെ വേഗം കുറയ്ക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മഹാരാഷ്ട്രയിലെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി സംവദിക്കുകയായിരുന്നു ശ്രീമതി മുർമു. ലാത്തൂരിൽ വിശ്വശാന്തി ബുദ്ധ വിഹാരയുടെ ഉദ്ഘാടനവും രാഷ്ട്രപതി നിർവഹിച്ചു. ഭഗവാൻ ബുദ്ധന്റെ ദർശനങ്ങൾ ഇന്നും പ്രസക്തമാണെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. ഗവർണർ CP രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, കേന്ദ്രമന്ത്രി രാംദാസ് അഠോലെ, ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നവിസ്, അജിത് പവാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 3 ദിവസത്തെ മഹാരാഷ്ട്ര സന്ദർശനത്തിനായി തിങ്കളാഴ്ചയാണ് രാഷ്ട്രപതി മുംബൈയിലെത്തിയത്. ബ്രൂണൈ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂരിലെത്തി. ലയൺ സിറ്റിയിലെത്തിയ പ്രധാനമന്ത്രിയെ സിംഗപ്പൂർ ആഭ്യന്തരമന്ത്രി K. ഷൺമുഖം സ്വീകരിച്ചു. വിശദാംശങ്ങൾ. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. വിവിധ ആഗോള പ്രാദേശിക വിഷയങ്ങൾ, വ്യാപാര ബന്ധം, പ്രതിരോധ സഹകരണം തുടങ്ങിയവയിൽ ഇരു നേതാക്കളും ചർച്ച നടത്തും. ഇന്ത്യ സിംഗപ്പൂർ ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതിയും കൂടിക്കാഴ്ചയിൽ വിലയിരുത്തും. സിംഗപ്പൂരിലെത്തിയ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണം നൽകി. ആസിയാൻ രാജ്യങ്ങളിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ സിംഗപ്പൂരിൽ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദർശനം. നേരത്തെ ബ്രൂണൈ സന്ദർശനത്തിനിടെ സുൽത്താൻ ഹാജി ഹസ്നൽ ബോൾക്കിയയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഉപഗ്രഹങ്ങൾ, വിക്ഷേപണ വാഹനങ്ങൾ എന്നിവയുടെ ഗതി നിർണ്ണയത്തിനും വിവര കൈമാറ്റം, ടെലി കമാൻഡ് സ്റ്റേഷൻ എന്നിവയുടെ പ്രവർത്തന സഹകരണത്തിനുമുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ബ്രൂണൈയുടെ 40ാം സ്വാതന്ത്ര്യ വാർഷികത്തിൽ ഇന്ത്യൻ ജനതയുടെ ആശംസകളും പ്രധാനമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുര, ഓൾ ത്രിപുര ടൈഗർ ഫോഴ്സ് എന്നിവയുടെ പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാരും ത്രിപുര സർക്കാരും സമാധാന കരാറിൽ ഒപ്പുവച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹയുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് കരാർ ഒപ്പുവച്ചത്. ഇരുവിഭാഗങ്ങളും ആയുധങ്ങൾ ഉപേക്ഷിച്ച് മുഖ്യധാരയിലേക്ക് വന്നതിലും ത്രിപുരയുടെ വികസനത്തോട് പ്രതിബദ്ധത പ്രകടിപ്പിച്ചതിലും ആഭ്യന്തരമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ 12 കരാറുകളാണ് ഇതുവരെ ഒപ്പുവച്ചത്. ഇതിൽ 3 ത്രിപുരയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. രാജ്യത്തെ നോട്ടറി ആവശ്യങ്ങൾക്കായി പുതിയ പോർട്ടൽ നിലവിൽ വന്നു. ഡിജിറ്റൽ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് ന്യൂഡൽഹിയിൽ പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ രാം മേഘ്വാൾ പറഞ്ഞു. പൂർണ്ണമായും ഉപഭോക്തൃ സൌഹൃദമായി നിർമ്മിച്ചിരിക്കുന്ന പോർട്ടൽ മുഖേന വാർഷിക റിട്ടേണുകൾ സമർപ്പിക്കുന്നതുൾപ്പെടെ വിവിധ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാകും. രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി യുവജനങ്ങളാണെന്നും വരുന്ന 25 വർഷത്തിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ ശില്പശാലയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠനത്തിനൊപ്പം കഴിവിന് മുൻഗണന നൽകണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള വിവിധ നിയമങ്ങളും നിയന്ത്രണങ്ങളും വിജ്ഞാപനങ്ങളും അടങ്ങിയ UGC നിയമാവലി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പുറത്തിറക്കി. മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായകമാകുന്ന ബോൺ മാരോ രജിസ്ട്രി കേരളത്തിൽ ആദ്യമായി സജ്ജമാക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ അനുമതി. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ KDISCന്റെ സഹകരണത്തോടെയാണ് സംസ്ഥാനത്ത് ആദ്യമായി ബോൺ മാരോ രജിസ്ട്രി തയ്യാറാക്കുന്നത്. മജ്ജ മാറ്റിവെക്കൽ ചികിത്സാ ചെലവ് ഗണ്യമായി കുറയ്ക്കുക, രക്താർബുദം ബാധിച്ചവർക്ക് അനുയോജ്യമായ മൂലകോശം ലഭ്യമാക്കുന്നതിനായി രോഗികളുടെ ഡാറ്റാബേസ് തയ്യാറാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് രജിസ്ട്രി തയ്യാറാക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിൽ നിലവിൽ സർക്കാരിതര മേഖലയിൽ 6 ബോൺ മാരോ രജിസ്ട്രികൾ മാത്രമാണുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംയുക്ത കമാൻഡർമാരുടെ ആദ്യ സമ്മേളനത്തിന് ലക്നൌവിൽ തുടക്കമായി.
സുശക്തവും സുരക്ഷിതവുമായ ഭാരതം സായുധ സേനയുടെ പരിവർത്തനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കാലാനുസൃതമായി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലാണ് സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ, കര, നാവിക, വ്യോമസേനാ മേധാവികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സമ്മേളനം നടക്കുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ പ്രതിരോധ മന്ത്രാലയത്തിലെയും സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും വിശദമായ ചർച്ച നടത്തും. എംപ്ലോയീസ് പെൻഷൻ പദ്ധതിയിൽ കേന്ദ്രീകൃത പെൻഷൻ പേയ്മെന്റ് സംവിധാനത്തിനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര തൊഴിൽ വകുപ്പ് അംഗീകാരം നൽകി. കേന്ദ്രീകൃത സംവിധാനം സ്ഥാപിക്കുന്നതിലൂടെ രാജ്യത്തെ ഏത് ബാങ്കിലൂടെയും ശാഖയിലൂടെയും പെൻഷൻ വിതരണം സാധ്യമാകും. ബാങ്കോ ബ്രാഞ്ചോ മാറിയാലും പെൻഷൻ പേയ്മെന്റ് ഓർഡറുകൾ ഒരു ഓഫീസിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാതെ തന്നെ ഇന്ത്യയിൽ എവിടെ നിന്നും പെൻഷൻ ഉറപ്പാക്കും. വിരമിച്ച ശേഷം സ്വന്തം നാട്ടിലേക്ക് പോകുന്ന ജീവനക്കാർക്ക് ഇത് വലിയ ആശ്വാസമാകും. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ തവണ നൽകിയ തുകയിൽ കുറവ് വരാത്ത വിധം ബോണസ് അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മുൻവർഷത്തേക്കാൾ പ്രവർത്തന ലാഭമുണ്ടാക്കിയ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 2 മുതൽ 8% വരെ ബോണസ് നൽകുന്ന കാര്യം പരിഗണിക്കും. പത്രപ്രവർത്തക പെൻഷൻ, മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് PRDയിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. പാരീസ് പാരാലിമ്പിക്സ് അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ഷോട്ട് പുട്ട് F46 വിഭാഗം ഫൈനലിൽ സച്ചിൻ ഖിലാരി വെള്ളി മെഡൽ നേടി. മെഡൽ പട്ടികയിൽ 3 സ്വർണം ഉൾപ്പെടെ 21 മെഡലുമായി ഇന്ത്യ 19ാം സ്ഥാനത്താണ്. രാജ്യത്തിന്റെ പാരാലിമ്പിക്സ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ന് നടക്കുന്ന വനിതകളുടെ പവർ ലിഫ്റ്റിംഗിൽ 45 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ മെഡൽ പ്രതീക്ഷയുമായി സക്കീന ഖാത്തൂൻ മത്സരിക്കും. പുരുഷന്മാരുടെ ക്ലബ് ത്രോ F51 വിഭാഗം ഫൈനൽ പോരാട്ടവും ഇന്നാണ്. അമ്പെയ്ത്തിൽ റീകർവ് ഇനത്തിൽ ഹർവീന്ദർ സിംഗും ഇന്നിറങ്ങും. പാരീസ് പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയവർ അഭിനന്ദിച്ചു. ഈ നേട്ടങ്ങൾ സുസ്ഥിരമായ പരിശ്രമത്തിന്റെയും മികവിന്റെയും ഉദാഹരണങ്ങളാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. കായിക താരങ്ങളുടെ മെഡൽ നേട്ടത്തിൽ രാജ്യം അങ്ങേയറ്റം അഭിമാനിക്കുന്നതായും ഈ വിജയം രാജ്യത്തുടനീളമുള്ള യുവജനങ്ങൾക്ക് പ്രചോദനമാകുമെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാധ്യക്ഷനുമായ ജഗ്ദീപ് ധൻഖർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മധ്യപ്രദേശിൽ നിന്നാണ് ശ്രീ ജോർജ് കുര്യൻ BJPയുടെ രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. രാമേശ്വർ തേലി, കിരൺ ചൌധരി, ധൈര്യശീൽ മോഹൻ പാട്ടീൽ തുടങ്ങിയ നേതാക്കളും രാജ്യസഭാംഗങ്ങളായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ആന്ധ്രാപ്രദേശിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു അവലോകനം ചെയ്തു. സംസ്ഥാന മന്ത്രിമാരും പ്രളയബാധിത ജില്ലകളിലെ കളക്ടർമാരും യോഗത്തിൽ പങ്കെടുത്തു. തകർന്ന വീടുകളുടെ പുനർനിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ സഹായം നൽകും. ഇൻഷുറൻസ് ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് ഏജൻസികളുമായി ഏകോപിച്ച് പ്രവർത്തിക്കുമെന്നും നായിഡു മാധ്യമങ്ങളോട് പറഞ്ഞു. ബംഗാളി നടിയുടെ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട സംവിധായകൻ രഞ്ജിത്ത് സമർപ്പിച്ച മുൻകൂർ ജാമ്യം ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്ന സർക്കാർ വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി നടപടി. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. ഈ മാസം 14 വരെയാണ് മേള. 13 ഇനം അവശ്യ സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോയുടെ എല്ലാ ഓണം ഫെയറുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും ഉറപ്പാക്കുമെന്ന് സർക്കാർ അറിയിച്ചു. കൺസ്യൂമർ ഫെഡ് ഓണം വിപണികളുടെ ഉദ്ഘാടനവും മറ്റന്നാൾ മുഖ്യമന്ത്രി നിർവഹിക്കും. മഞ്ഞക്കാർഡ് ഉടമകൾക്കുള്ള ഓണക്കിറ്റ് വിതരണം ഈ മാസം 9 ആരംഭിക്കും. കുടുംബശ്രീ ഓണച്ചന്തകൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് ചൊവ്വാഴ്ച പത്തനംതിട്ടയിൽ നിർവഹിക്കും. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് കഴിഞ്ഞ സാമ്പത്തിക വർഷം 1014 കോടി രൂപയുടെ മൊത്ത വരുമാനം നേടി. 412.58 കോടി രൂപയാണ് ഈ കാലയളവിലെ അറ്റാദായം. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീകളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നത് രാജ്യവികസനത്തിന്റെ വേഗത കുറയ്ക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബ്രൂണായി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂരിലെത്തി. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നാളെ. വടക്ക് കിഴക്കൻ മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിന്റെ ഭാഗമായി ത്രിപുരയ്ക്കായി സമാധാന കരാർ ഒപ്പിട്ടു. മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായകമാകുന്ന ബോൺ മാരോ രജിസ്ട്രി കേരളത്തിൽ ആദ്യമായി സജ്ജമാക്കാൻ ആരോഗ്യവകുപ്പ് അനുമതി നൽകി. പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഷോട്ട് പുട്ടിൽ ഇന്ത്യയുടെ സച്ചിൻ ഖിലാരിക്ക് വെള്ളി. 21 മെഡൽ എന്ന ഇന്ത്യയുടെ സർവ്വകാല നേട്ടത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.